നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് തന്നെ പോകണം. അവിടെ 2 ദിവസം നീണ്ടുനിന്ന വലിയ സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനം എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത്. US-ഉം ഇറാനും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായി എന്ന വിവരം കൂടി പുറത്തുവരുന്നു. നാളെ ഒരുപക്ഷെ ദോഹയിൽ തുടർ ചർച്ചകൾ നടന്നേക്കാം എന്നാണ് പ്രധാനപ്പെട്ട വിവരം. ഈ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കം തുടരുന്നത്. ഹോർമുസിൽ പ്രത്യേക പാത തുറക്കാനുള്ള അമേരിക്കയുടെ നീക്കമാണ് വലിയ വെല്ലുവിളിയായത്. അത് പരസ്പര ആക്രമണങ്ങൾക്കൊക്കെ ഇടയാക്കുകയായിരുന്നു. ചർച്ച പൂർത്തിയാകുന്നതോടെ കപ്പലുകളെ സ്വതന്ത്രമായി കടത്തിവിടാനും ധാരണയുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ്, സൈനിക താവളങ്ങളെ പരസ്പരം ആക്രമിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസവും അമേരിക്കയും ഇറാനും ഈ ധാരണാപത്രത്തിന്റെ പലവിധ ലംഘനങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ അതിനൊക്കെ ഒരു ശമനമുണ്ടാവുകയാണോ? ഏറ്റവും പുതിയ വിവരമനുസരിച്ച് സമാധാനം, അത് പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് ഇരു രാജ്യങ്ങളും പറയും. പക്ഷേ എന്തെങ്കിലും കാരണം പറഞ്ഞ് തെറ്റും, വീണ്ടും പരസ്പരം ആക്രമണങ്ങൾ നടത്തും, പിന്നീട് സമാധാനത്തിലേക്ക് വരും. അങ്ങനെ ഒരു താൽക്കാലിക ധാരണ എന്ന രീതിയിൽ കണ്ടാൽ മതിയോ, അതോ സ്ഥിരമായി ഒരു ധാരണയിലേക്ക് എത്തുമോ കാര്യങ്ങൾ? രഞ്ജിത്ത്, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ അമേരിക്കയോ ഇറാനോ സ്ഥിരീകരിച്ചിട്ടില്ല. ആക്സിയോസും അതുപോലെ റോയിറ്റേഴ്സുമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ഇതനുസരിച്ച് ഇറാനും അമേരിക്കയും പരസ്പരമുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ ഉടലെടുത്ത് വന്നിട്ടുള്ള തർക്കങ്ങൾ ഹോർമുസ് കടലിടുക്കിലുള്ള സ്വതന്ത്ര സഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഹോർമുസ് കടലിടുക്ക് വിഷയം നാളെ ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ വെച്ച് ചർച്ച ചെയ്യുമെന്നാണ് വിവരം. ശരിക്കും ചർച്ച നടക്കാനിരുന്നത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ്. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞയാഴ്ച നടന്നിരുന്നു. 2ാം ഘട്ട ചർച്ചയായിരുന്നു ഈ ആഴ്ച നടക്കാനിരുന്നത്. പക്ഷേ അത് ഈ സംഘർഷങ്ങളെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ വെച്ച് ശരിക്കും ഒരു മുൻഗണന കൊടുത്ത് ചർച്ച നടക്കാനിരുന്നത് ഇറാന്റെ ആണവ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായിരുന്നു. പക്ഷേ ഈ നിലവിൽ ഉടലെടുത്ത പുതിയ സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ദോഹയിൽ വെച്ചിട്ട് ഈ ഹോർമുസ് കടലെടുക്ക് വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഏതൊക്കെ പ്രതിനിധികളെ അവിടേക്ക് അയക്കും എന്നുള്ള വിവരങ്ങളൊന്നുമില്ല. അമേരിക്കയും ഇറാനും ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പോ അല്ലെങ്കിൽ പ്രസ്താവനയോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്സിയോസും റോയിറ്റേഴ്സുമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. അതായത് റോയിറ്റേഴ്സ് പറയുന്നത് ധാരണാപത്രത്തിലെ 14 പോയിന്റ്സും നാളെ ദോഹയിൽ വെച്ച് ചർച്ച ചെയ്യുമെന്നാണ്. പക്ഷേ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയമാണ് ഇപ്പോൾ നിലവിൽ തർക്കത്തിലുള്ളത്. അതുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് വിഷയം മാത്രമാകും മുൻഗണന കൊടുത്ത് ചർച്ചയെന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി അതിൻ്റെ പരമോന്നതിയിലെത്തിയിരുന്നു. അമേരിക്ക ഇറാനിലുള്ള ഏതാണ്ട് 10ഓളം സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. അതിന് പകരമായിട്ട് ഇറാൻ ബഹ്റൈനിലേക്കും അതുപോലെ തന്നെ ഖത്തറിലേക്കും മിസൈൽ വർഷം നടത്തി. ബഹ്റൈനിലൊരു 2-നില റെസിഡൻഷ്യൽ കെട്ടിടം ഉൾപ്പെടെ തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സംഘർഷം ഒരു അതിരൂക്ഷമായി നിന്നിരുന്ന സമയത്ത് ഇത്തരമൊരു വാർത്ത വന്നത് ആശ്വാസകരം തന്നെയാണ്. ഇനി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണമാണ്. അതാണ് വേണ്ടത്. ഈ സ്ഥിരീകരണമില്ലാതെ ഇപ്പോൾ സാധാരണ ട്രംപ് ആയാലും ഇറാന്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഇത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇതിലെ ട്രംപിൻ്റെ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഇതിലൊന്നും അധികം പോസ്റ്റുകളൊന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി പലവിധ ആക്രമണങ്ങളുടെ തിരക്കിലായിരുന്നു. കാരണം ട്രംപ് പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണല്ലോ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തയ്യാറായത്. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത വരുമ്പോൾ അത് സ്ഥിരീകരിക്കേണ്ട കാര്യമാണ് പ്രധാനം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചേക്കാം. ഒപ്പം ഹോർമുസിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ എങ്ങനെയാണ്? ഇറാന്റെ നിരീക്ഷണമുണ്ട്. പൂർണ്ണമായും 30 ദിവസത്തേക്ക് തങ്ങളുടെ കൈവശം പൂർണ്ണ നിയന്ത്രണത്തോടുകൂടി ഹോർമുസ് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതൊക്കെ തർക്ക വിഷയമാണ്, നേരത്തെ അജയ് പറഞ്ഞതുപോലെ. പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകണം ചർച്ച സംബന്ധിച്ച്. നേരത്തെ പാകിസ്ഥാനാണ് മുൻകൈ എടുത്തിരുന്നത്. അവരുടെ ഭാഗത്തു നിന്നെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനം വേണമല്ലോ. തീർച്ചയായിട്ടും മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നാളെ ദോഹയിൽ നടക്കാനിരിക്കുന്ന ചർച്ചയെപ്പറ്റി യാതൊരുവിധ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അതും ശ്രദ്ധേയം തന്നെയാണ്. ഇതിന് ഈ ചർച്ചയ്ക്ക് ഈ പുതുതായി ഉടലെടുത്ത് വന്നിട്ടുള്ള ഈ സാഹചര്യത്തിൽ ആരാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുക? പാകിസ്ഥാൻ തന്നെയാണോ ഈ റോളും ഏറ്റെടുക്കുന്നത്? തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ പ്രതിനിധികൾ ഉൾപ്പെടെ നാളെ ദോഹയിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷേ അവരുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരം ഒരു സ്ഥിരീകരണം നമുക്ക് ഇതുവരെ
ലഭിച്ചിട്ടില്ല. ഇതുവരെ അപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇരു രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുടെ ഒരു പ്രസ്താവന ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇറാന് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ നിഷ്കർഷിക്കുന്ന പാതയിലൂടെ അല്ലാതെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്നാണ് അബ്ബാസ് അരക്ചി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നെ പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ആക്സിയോസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നാളെ ദോഹയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ അവസാനിക്കുന്നത് വരെ കപ്പലുകൾക്ക് സ്വതന്ത്രമായി ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാം എന്നാണ്. ശരിക്കും ഇത്തരമൊരു വിവരം അത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ആശ്വാസം തന്നെയാണ്. 2 ദിവസത്തെ സംഘർഷം കാരണം നിരവധി കപ്പലുകളുടെ യാത്ര ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇതിൽ ഇറാനോടാണോ US-നോടാണോ അനുമതി ചോദിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടിയുണ്ട്. ഇറാൻ വളരെ കർശനമായി തന്നെ അതുവഴിയുള്ള കപ്പലുകൾ 48 മണിക്കൂറുകൾക്ക് മുൻപേ ഇറാനെ അവരുടെ പാത അത് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് രാജ്യത്തിൻ്റെ കപ്പലാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യത്തിൽ തന്നെയാണ് അബ്ബാസ് അരക്ചിയുടെ ഇന്നലത്തെ പ്രസ്താവന നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണയായി ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നെങ്കിലും ഒരു പ്രതികരണം വേണ്ടിവരും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഇറാന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണമില്ല. പക്ഷേ അപ്പോൾ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച്, ഇപ്പോൾ നേരത്തെ അജയ് പറഞ്ഞപ്പോൾ റോയിട്ടേഴ്സിൻ്റെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു പക്ഷേ നാളെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. താൽക്കാലിക വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു സമാധാനം എന്ന രീതിയിൽ ഇന്നലെ രാത്രിയിലൊന്നും വലിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ പക്ഷേ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം.